നിങ്ങളെല്ലാവരും കേട്ടൊരു കാര്യമായിരിക്കും അട തിന്നാൽ തൊട തട്ടുമെന്ന്. അപ്പോൾ യു വിൽ ബി തിങ്കിങ് നമുക്കൊക്കെ അറിയണത് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന അടയാണല്ലോ. ആ അടയല്ല കേട്ടോ, ഞങ്ങളുടെ അമ്യാരട ആണ് അതിലത്തെ ഹീറോ. സോ വാട്ട് ഇസ് ദിസ് അട തിന്നാൽ തൊട തട്ടും? ഒന്നില് ഇറ്റ് ഈസ് എ സൈൻ ഓഫ് അപ്രിസിയേഷൻ. നമ്മളിങ്ങനെ ഗംഭീരം അടിപൊളി എന്നൊക്കെ പറയില്ലേ, നമ്മുടെ തൊട ഇങ്ങനെ തട്ടിയിട്ട്. ഒന്നിലെ അതായിരിക്കാം, അല്ലെങ്കിൽ ബിക്കോസ് ഇറ്റ് ഈസ് സോ ഹെവി. പണ്ടൊക്കെ കൈകൊണ്ട് ഇങ്ങനെ തട്ടി 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 തട്ടിയാണ് ഉണ്ടാക്കുക എന്ന്. എന്നിട്ട് കുറേ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇറ്റ് ടേക്ക് അബൌട്ട് 10-15 minutes ടു മേക്ക് വൺ അട ഇറ്റ് സീംസ്. ആ അട 1-2 എണ്ണമൊക്കെ തിന്നു കഴിഞ്ഞാലല്ലേ ഇറ്റ് ഇസ് സോ കാലറി ലാഡൻ ദാറ്റ് നിങ്ങളുടെ 2 തൊടയും കൂടി ഒരഞ്ഞു പൊട്ടുന്നു. അതായിരുന്നു ഇന്ന് ഞങ്ങളുടെ ഡിന്നർ. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന് വേണ്ടത് 1 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ, ഇത് വന്നിട്ട് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കണ ഇഡ്ഡലിപ്പൊന്നിയില്ലേ, അതാണ്. അപ്പോൾ നമ്മൾ 1 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ 1/3 കപ്പ് ഉണ്ടല്ലോ, അതാണ് അടുത്തത് നമുക്ക് അളവായിട്ട് എടുക്കേണ്ടത്. ഈ 1/3 കപ്പിൽ നമുക്ക് 3 പരിപ്പാണ് കൊള്ളിക്കേണ്ടത്. തോരപ്പരിപ്പ്, പിന്നെ തൊലിയുള്ള ഉഴുന്ന് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സാധാരണ ഉഴുന്നായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കടലപ്പരിപ്പ്. ഈ 3 പരിപ്പും യൂസ് ചെയ്യണം. ഇതാണ് ട്രഡീഷണൽ റെസിപ്പിയിൽ യൂസ് ചെയ്യണത്. പിന്നെ വേണ്ടത് എരിവിന് ഒന്നിലെ കുരുമുളക് അല്ലെങ്കിൽ ചുവന്ന മുളക്. ആൻഡ് ഇഫ് യു വാണ്ട് യു ക്യാൻ ആഡ് ഓൾസോ ജീരകം. പിന്നെ കരിവേപ്പിലയും കായപ്പൊടിയും. ആൻഡ് ഓഫ് കോഴ്സ് ഉപ്പ്. നമുക്ക് ഈ കടലപ്പരിപ്പും തോരപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചുവന്നമുളകും അരിയും എല്ലാം കൂടി ഒരുമിച്ച് കുതിർത്താൻ വയ്ക്കാം. ആൻഡ് ഗ്രൈൻഡ് എവറിത്തിങ് ടുഗെദർ. ലാസ്റ്റ് കരിവേപ്പില ഇതിൽ പിച്ചിട്ടാൽ മതി. അതേമാതിരി കായപ്പൊടി ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് എൻ്റെ അടമാവ്. ഇത് ഞാൻ കാലത്ത് അരച്ചു വെച്ചു. ആൻഡ് ബൈ ഈവനിങ് ഐ വാസ് റെഡി ടു മേക്ക് അട. പണ്ടത്തെ ആൾക്കാർ എൻ്റെ ഈ അട കണ്ടാൽ എന്ത് പറയുന്നത് എനിക്കറിയില്ല. ദിസ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ദോശ. പണ്ടൊക്കെ അവർ ദോശക്കല്ലിങ്ങനെ തട്ടി തട്ടി ഉണ്ടാക്കണ അടയാണ് ഞാനിങ്ങനെ ഒരു സ്ലിം വേർഷനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് പോലും കുറേ എണ്ണ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് ചീത്ത കിട്ടി കേട്ടോ. ഇതിൽ ഞങ്ങൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കാറ് കേട്ടോ. ഈ അടയോടൊപ്പം ഇപ്പോൾ ഹോട്ടലിലൊക്കെ ചട്നിയാണ് കിട്ടുന്നത്. ഞാനൊക്കെ ഇത് ചക്കവരട്ടിയുടെ കൂടെയാണ് കൂടുതൽ കഴിച്ചിരിക്കുന്നത്. ആൻഡ് ടുഡേ ഐ ഹാവ് സെർവ്ഡ് ഇറ്റ് അറ്റ് ഹോം വിത്ത് അവിയൽ. എൻ്റെ ഇന്നത്തെ അടയ്ക്ക് സ്പെഷ്യൽ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ, ഞങ്ങൾ കഴിക്കണേക്കാട്ടും മുമ്പ് ഇത് പാർസലാക്കി വേറൊരാളായിട്ട് കൂടി ഷെയർ ചെയ്തു. സോ വെൻ യു ഗിവ് ഫുഡ് ടു സമ്മൺ എൽസ്, നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കും എന്നാണ് എനിക്കെപ്പോഴും തോന്നാറ്. ഇതാണ് ഞങ്ങളുടെ അമ്യാരട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വെരി നൈസ്.